ഇന്ന് ഞാൻ നിങ്ങളടുത്ത് മണി മെഡിറ്റേഷൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറഞ്ഞു തരുന്നത്. കഴിഞ്ഞ ദിവസം മിറർ ടെക്നിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾ ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് മറ്റൊരു മണി മെഡിറ്റേഷൻ്റെ വീഡിയോ, അതായത് നിങ്ങൾക്കിങ്ങനെ കേട്ടുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് നമുക്ക് നമ്മൾ പറയുന്നത് ചിലപ്പം പ്രോപ്പർ ആയിരിക്കണമെന്നില്ല. നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നത് പ്രോപ്പർ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഗൈഡഡ് മെഡിറ്റേഷൻ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുന്നേ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ സ്റ്റെപ്പാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ഇതുവരെ ചെയ്തിട്ടുള്ള ആൾക്കാരോ ഇതുവരെ ചെയ്യാത്ത ആൾക്കാരോ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് കാണാം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിലെങ്ങനെയാണ് അത് ജസ്റ്റ് മെഡിറ്റേഷൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണത് ചെയ്യാന്നുള്ളത് ഈ വീഡിയോ കണ്ടാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ ഇതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നിങ്ങൾക്ക് പണം അല്ലെങ്കിൽ എന്താ പറയുക സ്വത്തുക്കൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വെൽത്ത് എല്ലാം നിങ്ങൾക്ക് എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കുക. അതായത് പെട്ടെന്ന് ആരും നിങ്ങളെ വന്ന് ഡിസ്റ്റർബ് ചെയ്യുകയോ ശല്യപ്പെടുത്തുകയോ ഒന്നും ചെയ്യാത്ത ഒരു സ്ഥലം. അതിപ്പോൾ നിങ്ങളുടെ മുറിയാകാം, കട്ടിലിരുന്ന് ചെയ്യാം, അല്ല പുറത്ത് എവിടെയെങ്കിലും നല്ല കാറ്റും വെളിച്ചമൊക്കെയുള്ള സ്ഥലത്താണെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം. പ്രധാനമായിട്ടും ഇത് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരാവിലെയോ അല്ലെങ്കിൽ എഴുന്നേറ്റ ഉടനെയോ അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഓപ്ഷണലായിട്ട് ചെയ്യുന്നത്, നിങ്ങളൊരു ക്യാൻഡിലോ അങ്ങനെ ഒരു തിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചന്ദനത്തിരിയോ അങ്ങനെ എന്തെങ്കിലും കത്തിച്ച് വെച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു നല്ലതായിരിക്കും. അതിന് ചിലപ്പോൾ എല്ലാവർക്കും ഓപ്ഷനൊന്നും ഉണ്ടായിരിക്കത്തില്ല. ചിലപ്പോൾ ആരും അറിയാതൊക്കെ ആയിരിക്കും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഉറക്കത്തിന് എഴുന്നേറ്റ് കട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുന്നവരാണെങ്കിൽ ഈ ക്യാൻഡിൽ കത്തിക്കാനൊന്നും പറ്റില്ല. പക്ഷേ അല്ല, അതിന് സൗകര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാൻഡിലോ ഒരു തിരിയോ വിളക്കോ അങ്ങനെ എന്തെങ്കിലും കത്തിച്ച് വെച്ചിട്ട് ഒരു അരണ്ട വെളിച്ചത്തിൽ ഇരുന്നിട്ട് നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒരു വളരെ എന്താ പറയുന്നത് താഴ്ന്ന ഫ്രീക്വൻസിയിലുള്ള ഒരു ലൈറ്റായിട്ടുള്ള മ്യൂസിക് പ്ലേ ചെയ്യുക. അപ്പോൾ ഞാൻ മെഡിറ്റേഷൻ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ മ്യൂസിക്കും കൂടെ ചേർത്താണ് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് അത് മാത്രം പ്ലേ ചെയ്താലും മതിയായിരിക്കും. അതായത് നിങ്ങൾക്ക് ആ മെഡിറ്റേഷൻ കേൾക്കാം, പ്ലസ് നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കാം. ഇനി അങ്ങനെ അല്ല, നിങ്ങൾക്ക് അല്ലാതെ മെഡിറ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മ്യൂസിക്, ഇപ്പോൾ ഞാൻ ഏതോ ഒരു വീഡിയോയുടെ താഴെ ഒരു മെഡിറ്റേഷൻ്റെ ഒരു മ്യൂസിക് ഞാൻ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ആ മ്യൂസിക് നിങ്ങൾക്ക് കേൾക്കാം. അങ്ങനെ ഒരു മ്യൂസിക് നിങ്ങൾ പ്ലേ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒരു മിറർ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞ മിറർ ടെക്നിക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മിറർ വേണമെങ്കിൽ പെന്ന് ജേർണലൊക്കെ നിങ്ങൾക്ക് അടുത്ത് വയ്ക്കാം. കാരണം മെഡിറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജേർണലിൽ സ്ക്രിപ്റ്റിംഗ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കംഫർട്ടബിളായ പ്ലേസിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ലൈറ്റ് ക്യാൻഡിലൊക്കെ കത്തിച്ചതിന് ശേഷം നിങ്ങൾ നല്ല എന്താ പറയുന്ന ഉള്ളിലേക്ക് നല്ല രീതിയിൽ ശ്വാസം എടുക്കുക. അതായത് ഒരു 4 സെക്കൻഡ് കൗണ്ട് ചെയ്യുന്ന രീതിയിൽ. ഞാൻ നിങ്ങളുടെ അടുത്ത് ബോക്സ് ബ്രീത്തിങ്ങിനെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ പോലെ നിങ്ങൾ ഇങ്ങനെ 1 2 3 4 എന്ന രീതിയിൽ എണ്ണുന്ന അത്രയും സമയം കൊണ്ട് ഫുൾ വായു നിങ്ങൾ ഉള്ളിൽ നിറച്ച് നിങ്ങളുടെ ശരീരം മുഴുവൻ ആ വായു നിറഞ്ഞ് നിൽക്കുന്ന ആ ഒരു സ്റ്റേജ് വരെ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്വാസം എടുക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 4 സെക്കൻഡ് അത് ഹോൾഡ് ചെയ്ത് വെക്കണം. ആ 4 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് നിങ്ങൾ റിലീസ് ചെയ്യണം. ഓക്കെ, റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു 6-8 സെക്കൻഡ് എടുത്തിട്ട് വേണം നിങ്ങൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല പോലെ ബ്രീത്ത് എടുക്കുന്നു, അത് ഹോൾഡ് ചെയ്ത് വെക്കുന്നു, അതിനുശേഷം അത് റിലീസ് ചെയ്യുന്നു. അങ്ങനെ 5 തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇരിക്കുകയാണല്ലോ, അപ്പോൾ നിങ്ങളുടെ നട്ടെൽ നല്ല നിവർന്നിരിക്കണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് സ്പൈൻ വഴി താഴേക്ക് നമ്മളുടെ ഭൂമിയിലേക്ക് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വേരുകൾ, നിങ്ങളുടെ തന്നെ ശരീരത്തിൻ്റെ വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. അത് നിങ്ങളിങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് നിങ്ങൾക്ക് ആ ഒരു ഗ്രൗണ്ടഡ് ഫീലിംഗ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് സ്പൈൻ വഴി നിങ്ങൾക്കിങ്ങനെ ഈ ഒരു എന്താ പറയുക വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം.
അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ആക്ടിവേഷൻ നിങ്ങൾക്ക് ചെയ്യാം. അതായത് ആദ്യം നമ്മൾ പറയേണ്ടത് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് വേണമെങ്കിൽ അവസാനവും പറയാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന പോലെ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ മണി ഐ ഓൾറെഡി ഹാവ്. അത് പറയുമ്പം ചെറുതായിട്ട് സ്മൈൽ ചെയ്തുകൊണ്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദ മണി ഐ ഓൾറെഡി ഹാവ്. ആൻഡ് നമ്മളുടെ ലൈഫിൽ ഇതുവരെയുള്ള എല്ലാ തരത്തിലുള്ള വെൽത്തും, ഇതുവരെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണും. ഒരു പെന്നോ, ചിലപ്പം ഒരു 10 രൂപയോ, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വെൽത്ത്, ചിലപ്പോൾ ഒരു വണ്ടിയോ എന്തെങ്കിലുമൊക്കെ കാണും. അതിനെ എല്ലാ കാര്യങ്ങളെയും ഓർക്കുക, അതിനെല്ലാം നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക, അതിനെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യുക അതിനെപ്പറ്റിയെല്ലാം. പിന്നെ നിങ്ങൾ വീണ്ടും പറയെന്താ, താങ്ക് യു യൂണിവേഴ്സ് ഫോർ ദ മിറാക്കിൾസ്, ദി ഫിനാൻഷ്യൽ മിറാക്കിൾസ് എന്ന് നിങ്ങൾക്ക് പറയാം. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ മെഡിറ്റേഷനിൽ ഞാൻ ഓരോ കാര്യങ്ങളും പറയും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. പക്ഷെ അത് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് മെഡിറ്റേഷൻ വേറെ ചെയ്യുന്നത്. അപ്പം ഒരുപാട് നന്ദി യൂണിവേഴ്സ്, എനിക്ക് ഇത്രയും വലിയ ഫിനാൻഷ്യൽ അബണ്ടൻസ് തന്നതിന്, അല്ലെങ്കിൽ ഇത്രയും വലിയ ഫിനാൻഷ്യൽ മിറാക്കിൾസ് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയതിന് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് താങ്ക്സ് പറയാം. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മിറർ വെച്ചും കൂടെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കണ്ണ് പതുക്കെ തുറക്കുക, മിററിലേക്ക് നോക്കുക, എന്നിട്ട് അവനവനോട് തന്നെ പറയാം. നിങ്ങളുടെ കണ്ണിൽ നോക്കി വേണം നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ പറയണം, ഐ എം എ മണി മാഗ്നറ്റ്, ഐ എം എ മണി മാഗ്നറ്റ്, മണി ലവ്സ് മീ, ഐ എം എ മണി മാഗ്നറ്റ്. ഞാൻ ഒരു പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ്, ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ്, പണം എന്നെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ പറയാം. ഓക്കെ. പിന്നെ അത് പറയുമ്പോഴും നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുമ്പോഴും അത് നിങ്ങൾ എന്താ പറയുന്നത്, ഇമോഷൻസ് വെച്ചിട്ട് വേണം നിങ്ങളത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അത് ഭയങ്കരമായിട്ട് നിങ്ങൾ ഫീൽ ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ ഇമോഷൻസ് നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ണടച്ചിട്ട് നിങ്ങളുടെ റിച്ച് ലൈഫിനെ പറ്റി നിങ്ങൾ ഇമാജിൻ ചെയ്യണം. നിങ്ങൾ ഈ എന്താ പറയുന്ന മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മിറർ ടെക്നിക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, കണ്ണടച്ച് വെച്ചിട്ട് നിങ്ങളുടെ റിച്ച് ലൈഫ് നിങ്ങൾക്കിങ്ങനെ മുന്നിൽ കണ്ട് നിങ്ങൾ അതിങ്ങനെ മനസ്സിലിങ്ങനെ ഇമാജിൻ ചെയ്യണം. ഓക്കെ, എൻ്റെ ലൈഫ് ഇങ്ങനെ എന്ന് പറഞ്ഞ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാറ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണർ, കുട്ടികൾ, അതേപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബാങ്ക് ബാലൻസ്, നിങ്ങളുടെ ബിസിനസ്, അങ്ങനെ എല്ലാം തന്നെ നിങ്ങൾ മനസ്സിലിങ്ങനെ കാണണം. ഓക്കെ. അത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങളിങ്ങനെ മനസ്സിലിങ്ങനെ ഇമാജിൻ ചെയ്യുക, അതൊക്കെ സംഭവിച്ചതായിട്ട് കാണണം. എന്നിട്ട് നിങ്ങളത് ഫീൽ ചെയ്യണം. നിങ്ങൾക്ക് അത് ഓൾറെഡി തന്നെ സംഭവിച്ച് കഴിഞ്ഞു, അത് ഓൾറെഡി തന്നെ സത്യമാണ് എന്ന രീതിയിൽ നിങ്ങളത് കാണണം. പിന്നെ നിങ്ങൾക്ക് വേറെ കാര്യം ഇതിനൊപ്പം ഇതിങ്ങനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു അഫർമേഷൻ നിങ്ങൾക്ക് ഒരു മന്ത്രം പോലെ നിങ്ങൾക്കിങ്ങനെ ജപിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, മണി ഫ്ലോസ് ടു മീ ഈസിലി, മൈ ഇൻകം ഈസ് ഇൻക്രീസിങ്. എൻ്റെ ജീവിതത്തിലേക്ക് പണം ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുന്നു, അതുപോലെ എൻ്റെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊരു 21 to 33 തവണ വരെ നിങ്ങൾക്ക് മന്ത്രം പോലെ നിങ്ങൾക്ക് ജപിക്കാം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യം ഓൾറെഡി സംഭവിച്ച് കഴിഞ്ഞതായിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്കത് ഉറക്കെ പറയാം. അതായത്, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ബിസിനസ് വളരെ സക്സസ്ഫുള്ളായി, ഈ മാസം എൻ്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് 1 കോടി രൂപയാണ്, അല്ലെങ്കിൽ 10 കോടി രൂപയാണ്, ഞാൻ ആഗ്രഹിക്കുന്ന പോലെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടി, ഞാൻ ആഗ്രഹിക്കുന്ന പാർട്ട്ണറെ ഞാൻ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് നല്ലൊരു ജോബ് ഏതാണെന്നുള്ള പറയണം. നല്ലൊരു ജോബ് എന്ന് പറയരുത്, എന്താണെന്നുള്ളത് നിങ്ങൾ സ്പെസിഫിക് ആയിരിക്കണം. അത് നിങ്ങൾക്ക് കിട്ടി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് ഉറക്കെ പറയാം, അത് വിഷ്വലൈസും ചെയ്യാം. അത് പറയുന്ന സമയത്ത് അതിനകത്തുള്ള ഇമോഷൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ ഫീൽ ചെയ്തിട്ട് വേണം പറയാനായിട്ട്. പിന്നെ നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങൾ യൂണിവേഴ്സിന് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം യൂണിവേഴ്സിന് നിങ്ങൾ സമർപ്പിച്ച് നിങ്ങൾ പറയണം. അതായത്, യൂണിവേഴ്സ്, ഐ സറണ്ടർ ദിസ് ഡിസയർ, ഐ ട്രസ്റ്റ് യു. ഞാൻ എൻ്റെ ഈ ആഗ്രഹങ്ങളെല്ലാം നിൻ്റെ മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ്,
ഞാൻ നിന്നെ ട്രസ്റ്റ് ചെയ്യുന്നു, ഇത് നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നെ സഹായിക്കണം എന്നെല്ലാം പറഞ്ഞ് നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മൾ യൂണിവേഴ്സിന് മുന്നിൽ നമ്മൾ സമർപ്പിക്കുന്നു. എന്നിട്ട് സമർപ്പിക്കുന്നതോടുകൂടി നമ്മൾ മനസ്സിൽ വിചാരിക്കും ഇത് അത് സമർപ്പിച്ചു, അതായത് ഇത്രയും പവർഫുൾ ആ യൂണിവേഴ്സിൻ്റെ മുന്നിൽ നമ്മൾ ആഗ്രഹങ്ങൾ സമർപ്പിച്ചു, ഇനി അതെന്തായാലും സംഭവിക്കും എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. അതിനുശേഷം ഭയങ്കരമായിട്ട് നിങ്ങൾ ശ്വാസം ഇത് ചെയ്യുമ്പോഴെല്ലാം ശ്വാസം സാധാരണഗതിയിലായിരിക്കണം. ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന വിഷ്വലൈസേഷൻ ഇതെല്ലാം വളരെ സാധാരണ രീതിയിൽ നമ്മൾ സാധാരണ ശ്വാസം എടുക്കുന്ന രീതിയിൽ. എന്നിട്ട് നിങ്ങൾ നല്ല രീതിയിൽ വീണ്ടും ബ്രീത്ത് ചെയ്തിട്ട് നിങ്ങൾ ഭയങ്കര പീസ് അനുഭവിക്കുന്ന, ഭയങ്കരമായിട്ട് സമാധാനം അനുഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. അതായത് കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നല്ലോ, നമ്മൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും കിട്ടി, ഇനി നമുക്ക് മനസ്സമാധാനമാണ്. അപ്പം നമ്മൾ മനസ്സമാധാനം ആയി എന്ന രീതിയിൽ നമ്മൾ സന്തോഷിക്കുക. ശരീരത്തിൻ്റെ ഓരോ അണുവിലും ആ മനസ്സമാധാനം നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. എന്നിട്ട് ശേഷം നിങ്ങൾ അത് ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഹാപ്പി ആയിട്ട് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കണം. പിന്നെ നിങ്ങൾ എന്നിട്ട് അങ്ങനെ ഫീൽ ചെയ്തതിന് ശേഷം പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ തുറന്നിട്ട് പതുക്കെ പുഞ്ചിരിക്കുക, യൂണിവേഴ്സിന് നന്ദി പറയാം. ഇതിനൊപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കത് കിട്ടില്ല, അയ്യോ നമുക്കത് മേടിക്കാം. ഇപ്പോൾ കുട്ടികളുടെ അടുത്തൊക്കെ നിങ്ങൾ പറയില്ലേ നമുക്കത് മേടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പൈസ ഇല്ല അതുകൊണ്ട് മേടിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതുപോലെ നടക്കും എന്നൊക്കെയാണ് പറയുക. മാത്രമല്ല നെഗറ്റീവ് എനർജിയാണ്, അങ്ങനെയൊന്നും പറയരുത്. ഇപ്പം മേടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത് കുറച്ചുകൂടി പോസിറ്റീവായ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അതെല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്ക്രിപ്റ്റിംഗ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം, നിങ്ങളുടെ ജേർണലിൽ അപ്പം തന്നെ എഴുതാം. അതേപോലെ തന്നെ നിങ്ങൾ പൈസ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ മണി ജേർണൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഇൻകവും എക്സ്പെൻസും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ എക്സ്പെൻസും അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള പണം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഓരോന്നും നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് സന്തോഷിക്കണം. അതിൽ ചെറിയൊരു എമൗണ്ട്, ചിലപ്പോൾ ഒരു 10 രൂപയ്ക്കായിരിക്കും കിട്ടുന്നത്, ബട്ട് താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് 10 രൂപ കിട്ടില്ല, താങ്ക് യു എന്ന് പറഞ്ഞാൽ അത് വളരെയധികം അതിൽ സന്തോഷിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അയ്യോ നടന്നില്ലല്ലോ ഇനി നടക്കുമോ, എന്താ സംഭവിക്കുക എന്നൊക്കെ ഓർത്ത് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഒന്നും നമ്മളുടെ അടുത്തേക്ക് വരത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം, നടക്കും, ഇതെല്ലാം തന്നെ സംഭവിക്കും, ഇതെല്ലാം തന്നെ എന്താ പറയുന്നത്, നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ എല്ലാം ഔട്ട്കം എന്താണെന്ന് ആലോചിക്കുക. അതിൽ നിന്നെല്ലാം ഡിറ്റാച്ച്ഡ് ആവുക, എന്തായാലും സംഭവിക്കും എന്ന് ഉറപ്പിക്കുക. അതെന്താ നടക്കുമോ എന്നതിനെ പറ്റി ഒന്നും ചിന്തിക്കാതെ അതിൽ നല്ല ഡിറ്റാച്ച്ഡ് ആയിരിക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതെന്തായാലും ബെനിഫിറ്റ് ഉള്ളതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് സംഭവിക്കുകയോ ഇല്ലയോ എന്ന് ഓർത്തിട്ട് നമ്മൾ കോൺഷ്യസ് ആയിട്ട് അതിനെപ്പറ്റി ഓർത്ത് ടെൻഷനാവോ വറിയാവോ ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. ഇനി ഞാൻ നിങ്ങൾക്ക് മെഡിറ്റേഷൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് കണ്ണുകളടച്ച് ഇതുപോലെ സ്ഥലത്തിരുന്ന് അത് ജസ്റ്റ് ഹെഡ്സെറ്റിലോ സ്പീക്കറിലോ എങ്ങനെ ഇട്ടെന്ന് വെച്ച് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു, ബൈ.